വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, SSLC എക്സാമിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഗ്രാമർ ടോപ്പിക് ആണ് കാൽ പരിവർത്തൻ. പക്ഷേ ഇത് കാൽ പരിവർത്തൻ എന്ന രീതിയിൽ നേരിട്ട് ചോദിക്കാറില്ല. നമൂനയ്ക്ക് അനുസാർ ലിഖേ, മാതൃക പോലെ എഴുതുക, ഈ രൂപത്തിലാണ് സാധാരണയായി ചോദ്യം വരാറുള്ളത്. ഇത് നമ്മുടെ മോഡൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ചിലർക്കത് തെറ്റിപ്പോയിട്ടുണ്ട്. ഇവിടെ ലഡ്കി ഡയറി ലിഖ്തി ഹെ, പെൺകുട്ടി ഡയറി എഴുതുന്നു. ലഡ്കി ഡയറി ലിഖേഗി, പെൺകുട്ടി ഡയറി എഴുതും. ഇങ്ങനെ ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ലഡ്കെ ഡയറി ലിഖ്തേ ഹൈം, ആൺകുട്ടികൾ ഡയറി എഴുതുന്നു. ലഡ്കെ ഡാഷ്, ഇവിടെ ആൺകുട്ടികൾ ഡയറി എഴുതും എന്നാണ് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ വർത്തമാനകാലം തന്നിട്ട് അതിനെ ഭാവി കാലത്തിലോട്ട് മാറ്റാനാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ വളരെ എളുപ്പത്തിൽ തെറ്റിക്കാതെ എങ്ങനെ ശരിയായ ഉത്തരം എക്സാമിന് എഴുതാം എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. നമുക്കറിയാം, കാൽ 3 തരത്തിലാണുള്ളത്: വർത്തമാനകാൽ, പ്രസന്റ് ടെൻസ്, ഭൂതകാൽ, പാസ്റ്റ് ടെൻസ്, ഭവിഷ്യത്ത് കാൽ ഓർ ഭാവി കാൽ, ഫ്യൂച്ചർ ടെൻസ്. ഹിന്ദിയിൽ വർത്തമാനകാൽ, പ്രസന്റ് ടെൻസ് 3 ആയി തിരിച്ചിരിക്കുന്നു: സാമാന്യ വർത്തമാനകാൽ, അപൂർണ വർത്തമാനകാൽ, സന്ദിഗ്ധ വർത്തമാനകാൽ. എന്നാൽ ഭാവി കാലം, ഭവിഷ്യത്ത് കാലം 2 തരത്തിലാണുള്ളത്: സാമാന്യ ഭവിഷ്യത്ത് കാൽ, സംഭാവ്യ ഭവിഷ്യത്ത് കാൽ. എന്നാൽ ഭൂതകാലം 6 ആയി തിരിച്ചിരിക്കുന്നു: സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ, പൂർണ്ണ ഭൂതകാൽ, അപൂർണ ഭൂതകാൽ, ഹേതു ഹേതുമത് ഭൂതകാൽ. എന്നാൽ ഇവയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വർത്തമാന കാലത്തിലെ സാമാന്യ വർത്തമാന കാലവും, ഭവിഷ്യത്ത് കാലിലെ സാമാന്യ ഭവിഷ്യത്ത് കാലം, ഭൂതകാലത്തിലെ സാമാന്യ ഭൂതകാലം, പൂർണ്ണ ഭൂതകാലമാണ്. ഈ 4 കാലങ്ങളിലും സെന്റൻസ് എങ്ങനെ നിർമ്മിക്കാം, സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ചിട്ട് വെർബിൽ എന്തൊക്കെ മാറ്റം വരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം തന്നെ ക്രിയയുടെ സാമാന്യ രൂപവും ക്രിയാധാതുവും എന്താണെന്ന് നോക്കാം. സാമാന്യ രൂപം കർണ, ജാന, ആന, ലിഖിന, ദേക്കിന, ഇങ്ങനെ ഞായിൽ അവസാനിക്കുന്ന ക്രിയാരൂപമാണ് ക്രിയയുടെ സാമാന്യ രൂപം. ഈ രൂപത്തിലാണ് നമ്മൾ ഡിക്ഷണറിയിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇവയുടെ ന ഒഴിവാക്കി വരുന്ന ഭാഗമാണ് ക്രിയാധാതു. കർണ, അതിന്റെ ക്രിയാധാതു കർ, ജാന ജ, ആന ആ, ലിഖിന ലിഖ്, ദേക്കിന ദേക്ക്. ആദ്യം നമുക്ക് വർത്തമാന കാലത്തിലെ സാമാന്യ വർത്തമാനകാൽ പഠിക്കാം. ഞാൻ സ്കൂളിൽ പോകുന്നു, അവൻ ചായ കുടിക്കുന്നു, ഈ രീതിയിലാണ് അർത്ഥം വരുന്നത്. സബ്ജക്റ്റ് പുല്ലിംഗ ഏകവചനമാകുമ്പോൾ ക്രിയാധാതുവിന്റെ കൂടെ താഹെ ആഡ് ചെയ്യുന്നു. ഇവിടെ ജാന എന്ന വെർബ് കൊടുത്തിട്ടുണ്ട്. ജാന എന്ന ക്രിയയുടെ സാമാന്യ രൂപം, അതിന്റെ ക്രിയാധാതുവാണ് ജ. ക്രിയാധാതുവിന്റെ കൂടെ താഹെ ആഡ് ചെയ്യുമ്പോൾ സാമാന്യ വർത്തമാന ക്രിയ കിട്ടും. ജാത്താഹെ, പോകുന്നു. ലഡ്ക ജാത്താഹെ, ആൺകുട്ടി പോകുന്നു. വഹ് ജാത്താഹെ, അവൻ പോകുന്നു. രാഹുൽ ഗേൽത്താഹെ, രാഹുൽ കളിക്കുന്നു. അജയ് ഗേൽത്താഹെ, അജയ് കളിക്കുന്നു. ഇവിടെ ഗേൽ എന്ന ക്രിയാധാതുവിന്റെ കൂടെ താഹെ ആഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സാമാന്യ വർത്തമാന കാലത്തിൽ സെന്റൻസ് നിർമ്മിക്കുന്നത്. എന്നാൽ സബ്ജക്റ്റ് സ്ത്രീലിംഗ ഏകവചനമാകുമ്പോൾ ക്രിയാധാതുവിന്റെ കൂടെ തീഹെ ആഡ് ചെയ്യുന്നു. ജാന എന്ന വെർബിന്റെ ക്രിയാധാതു ജ, അതിന്റെ കൂട്ടത്തിൽ തീഹെ ആഡ് ചെയ്യുന്നു. ജാതിഹെ എന്ന വെർബ് കിട്ടുന്നു. സീമ ജാതിഹെ, സീമ പോകുന്നു. റീന ഗേൽ തീഹെ, റീന കളിക്കുന്നു. ഇവിടെ ഗേൽ എന്ന ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ തീഹെ ആഡ് ചെയ്തു. സീമ ഗേൽ തീഹെ, സീമ കളിക്കുന്നു. വഹ് ജാതിഹെ, അവൾ പോകുന്നു. നെക്സ്റ്റ്, സബ്ജക്റ്റ് പുല്ലിംഗ ബഹുവചനമാകുമ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ തേഹൈം ആഡ് ചെയ്യുന്നു. രാഹുൽ ഔർ അജയ്, ഇവിടെ പുല്ലിംഗ ബഹുവചനമാണ്, 2 പേരുണ്ട്. ഗേൽ എന്ന ക്രിയയുടെ കൂട്ടത്തിൽ തേഹൈം ആഡ് ചെയ്യുന്നു. ഗേൽ തേഹൈം, രാഹുലും അജയും കളിക്കുന്നു. ലഡ്കെ ഗേൽ തേഹൈം, ആൺകുട്ടികൾ കളിക്കുന്നു. വേ ജാത്തേ ഹൈം, അവർ കളിക്കുന്നു. ഇവിടെ അവർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പുല്ലിംഗ ബഹുവചനമാണ്. ഹം ഗേൽ തേഹൈം, ഞങ്ങൾ കളിക്കുന്നു. നെക്സ്റ്റ്, സ്ത്രീലിംഗ ബഹുവചനമാകുമ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ തീഹൈം ആഡ് ചെയ്യുന്നു. സീമ ഔർ റീന, സ്ത്രീലിംഗ ബഹുവചനമാണ്. ഗേൽ തീഹൈം, കളിക്കുന്നു. ലഡ്കിയാം ഗേൽ തീഹൈം, പെൺകുട്ടികൾ കളിക്കുന്നു. വേ ജാത്തി ഹൈം, അവർ പോകുന്നു. ഇവിടെ അവർ പെൺകുട്ടികളാണ്. ഹം ഗേൽ തീഹൈം, ഞങ്ങൾ കളിക്കുന്നു. ഇവിടെ വേ, ഹം എന്നീ സർവനാമങ്ങൾ സ്ത്രീലിംഗ ബഹുവചനമാണ്. എന്നാൽ മേം സബ്ജക്റ്റ് ആയി വരുമ്പോൾ പുല്ലിംഗത്തിൽ എന്ത് വരുന്നു? ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ താഹും വരുന്നു. ദെൻ മേം ജാത്താഹും, ഞാൻ പോകുന്നു. മേം ഗേൽത്താഹും, ഞാൻ കളിക്കുന്നു. എന്നാൽ മേം സ്ത്രീലിംഗത്തിൽ സബ്ജക്റ്റ് ആയി വരുമ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തില് തീഹും ആണ് ചേർക്കേണ്ടത്. മേം ജാത്തീഹും, ഞാൻ പോകുന്നു. മേം ഗേൽത്തീഹും, ഞാൻ കളിക്കുന്നു.
എന്നാൽ ത്വം സബ്ജക്റ്റ് ആയി വരുമ്പോൾ പുല്ലിംഗത്തിൽ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ തേഹോ ആണ് ചേർക്കേണ്ടത്. തും ഗേൽത്തേഹോ നിങ്ങൾ കളിക്കുന്നു ഓർ നീ കളിക്കുന്നു. തും ജാത്തേഹോ നീ പോകുന്നു നിങ്ങൾ പോകുന്നു. ഇവിടെ തും പുല്ലിംഗമാണ്. എന്നാൽ തും സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുമ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ തീഹോ ആണ് ആഡ് ചെയ്യേണ്ടത്. തും ജാത്തീഹോ നിങ്ങൾ പോകുന്നു. തും ഗേൽത്തീഹോ നിങ്ങൾ കളിക്കുന്നു. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലഡുക്ക വന്നപ്പോൾ ഒരു ആൺകുട്ടി വന്നപ്പോൾ പടുത്താഹേ വന്നു. ലടുക്കി വന്നപ്പോൾ പടുത്തി ഹൈം വന്നു. പെൺകുട്ടി പഠിക്കുന്നു. ലടുക്കെ പടുത്തേ ഹൈം ആൺകുട്ടികൾ പഠിക്കുന്നു. തേ ഹൈം. ലടുക്കിയാം പടുത്തി ഹൈം തീ ഹൈം. മേ പടുത്താഹും ഞാൻ പഠിക്കുന്നു. മേ പടുത്തീഹും ഞാൻ പഠിക്കുന്നു. ഇവിടെ മെയിലാണ്. മേ പടുത്താഹും ഞാൻ പഠിക്കുന്നു. മേ പടുത്തീഹും ഫീമെയിലാണ്. തും പഠിത്തേഹോ നിങ്ങൾ പഠിക്കുന്നു. തും പഠിത്തീഹോ നിങ്ങൾ പഠിക്കുന്നു. ഹം ഹം എന്ന് വെച്ചാൽ ഞങ്ങൾ. ഞങ്ങൾ എന്ന് വെച്ച് മെയിലിൽ പറയുമ്പോൾ ഹം പഠിത്തേ ഹൈ ഞങ്ങൾ പഠിക്കുന്നു. ഹം പഠിത്തീ ഹൈ ഞങ്ങൾ പഠിക്കുന്നു. പ്ലൂരലാണ് ഞങ്ങൾ. ഇവിടെ നെക്സ്റ്റ് പിതാജി പഠിത്തേ ഹൈ. ഇവിടെ അച്ഛൻ പിതാജി ഒരാളാണ്. പക്ഷെ പഠിത്തേ ഹൈം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മാതാജി പഠിത്തീ ഹൈം. ഇവർ രണ്ടും റെസ്പെക്റ്റഡ് പീപ്പിൾ ആയതുകൊണ്ട് നമുക്ക് പ്ലൂരൽ ഫോം ആണ് ഇവരുടെ വെർബുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. തീ ഹൈം തേ ഹൈം ഇത് പ്ലൂരൽ രൂപമാണ്. റെസ്പെക്ട് ചെയ്യേണ്ടവരെ നമ്മൾ പ്ലൂരൽ ഫോമിലാണ് കൊടുക്കേണ്ടത്. ഈ ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് കാണാം ലടുക്ക വന്നപ്പോൾ താഹെ ലടുക്കി തീഹെ. ലടുക്കെ തേഹായ് ലടുക്കിയാം തീഹായ്. മേം താഹും മേം തീഹും. മേം സ്ത്രീലിംഗത്തിൽ ഇവിടെ വന്നതൊക്കെ പുല്ലിംഗമാണ്. ഇവിടെ വന്നതൊക്കെ സ്ത്രീലിംഗമാണ്. തും തേഹോ. തും വന്നപ്പോൾ തീഹോ. ഹം തേഹൈ ഹം തീഹൈ. ആദർ റെസ്പെക്റ്റഡ് പീപ്പിൾസ് മാതാജി പിതാജി അധ്യാപക അധ്യാപിക നാന നാനി ദാദ ദാദി ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തേഹൈം ആണ് പുല്ലിംഗത്തിൽ ഉപയോഗിക്കുന്നത്. തീഹൈം ആണ് സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുന്നത്. പ്ലൂറൽ ഫോം ആണ്. നെക്സ്റ്റ് ഭവിഷ്യത്ത് കാൽ ഫ്യൂച്ചർ ടെൻസിലെ സാമാന്യ ഭവിഷ്യത്ത് കാൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ് പഠിക്കേണ്ടത്. ഞാൻ സ്കൂളിൽ പോകും. അവർ പാട്ട് പാടും. അവൻ ചായ കുടിക്കും. ഈ രീതിയിലാണ് അർത്ഥം വരുന്നത്. ഇവിടെ സബ്ജക്റ്റ് പുല്ലിംഗ ഏകവചനമായി വരുമ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഏക എന്നാണ് ആഡ് ചെയ്യേണ്ടത്. ഗേൽ എന്ന ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഏക ആഡ് ചെയ്തപ്പോൾ ഗേലേഖ കളിക്കും എന്നായി. രാഹുൽ ഗേലേഖ രാഹുൽ കളിക്കും. അജയ് ഗേലേഖ അജയ് കളിക്കും. വഹ് ഗേലേഖ അവൻ കളിക്കും. യഹ് ഗേലേഖ ഇവൻ കളിക്കും. ഇങ്ങനെയാണ് അർത്ഥങ്ങൾ വരുന്നത്. നെക്സ്റ്റ് സബ്ജക്റ്റ് സ്ത്രീലിംഗ ഏകവചനമായി വരുമ്പോൾ ക്രിയാധാതുവിന്റെ കൂടെ ഏകി എന്നാണ് ചേർക്കേണ്ടത്. ദെൻ ഗേൽ പ്ലസ് ഏകി ഗേലേകി കളിക്കും. സീമ ഗേലെങ്കി സീമ കളിക്കും. റീന ഗേലെങ്കി റീന കളിക്കും. വഹ് ഗേലെങ്കി അവൾ കളിക്കും. യഹ് ഗേലെങ്കി ഇവൾ കളിക്കും. ഇങ്ങനെയാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് സബ്ജക്റ്റ് പുല്ലിംഗ ബഹുവചനമാകുമ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഏംഗെ എന്നാണ് ആഡ് ചെയ്യേണ്ടത്. രാഹുൽ ഔർ അജയ് രാഹുലും അജയും. ഗേൽ പ്ലസ് ഏംഗെ ഗേലേംഗെ കളിക്കും. രാഹുലും അജയും കളിക്കും. ലടുക്കെ ഗേലേംഗെ ആൺകുട്ടികൾ കളിക്കും. ഹം ഗേലേംഗെ ഞങ്ങൾ കളിക്കും. വേ ഗേലേംഗെ അവർ കളിക്കും. നെക്സ്റ്റ് സബ്ജക്ട് സ്ത്രീലിംഗ ബഹുവചനമാണ് വരുന്നതെങ്കിൽ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഏംഗി എന്നാണ് ചേർക്കേണ്ടത്. സീമ ഔർ റീന സീമയും റീനയും സ്ത്രീലിംഗ ബഹുവചനമാണ്. ഗേലേംഗി കളിക്കും. ലടുക്കിയാം ഗേലേംഗി പെൺകുട്ടികൾ കളിക്കും. ഹം ഗേലേംഗി ഞങ്ങൾ കളിക്കും. വേ ഗേലേംഗി അവർ കളിക്കും. എന്നാൽ മെയിൻ സബ്ജക്റ്റ് ആയി വരുമ്പോൾ പുല്ലിംഗത്തില് ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഊക എന്നാണ് ആഡ് ചെയ്യേണ്ടത്. മേം ഗേൽ ഊക മേം ഗേൽ പ്ലസ് ഊങ്ക ഗേലൂങ്ക ഞാൻ കളിക്കും. എന്നാൽ മേം സബ്ജക്റ്റ് ആയി വരുമ്പോൾ സ്ത്രീലിംഗത്തിൽ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഊങ്കി എന്നാണ് ചേർക്കേണ്ടത്. മേം ഗേലൂങ്കി ഞാൻ കളിക്കും. ഒരു പെൺകുട്ടി പറയുമ്പോൾ മേം ഗേലൂങ്കി. നെക്സ്റ്റ് തും സബ്ജക്റ്റ് ആയി വരുമ്പോൾ പുല്ലിംഗത്തിൽ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഓകെ എന്നാണ് ആഡ് ചെയ്യേണ്ടത്. തും ഗേലോകെ ഗേൽ പ്ലസ് ഓകെ ഗേലോകെ നീ കളിക്കും ഓർ നിങ്ങൾ കളിക്കും. തും സ്ത്രീലിംഗത്തിലാണ് വരുന്നതെങ്കിൽ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഓഗി എന്നാണ് ചേർക്കേണ്ടത്. തും ഗേലോഗി നിങ്ങൾ കളിക്കും. സിമ്പിൾ ആയി പറഞ്ഞാൽ ലടുക്ക ലടുക്ക ആൺകുട്ടി വന്നപ്പോൾ പടേക പഠിക്കും. ലടുക്കി പടേകി. ലടുക്കെ പടേംകെ നമ്മൾ ലെഫ്റ്റ് സൈഡിലൊക്കെ പുല്ലിംഗവും റൈറ്റ് സൈഡിലൊക്കെ സ്ത്രീലിംഗവുമാണ് കൊടുത്തിരിക്കുന്നത്. ലടുക്കിയാ പടേങ്കി. മേം പടൂങ്ക മേം സ്ത്രീലിംഗത്തിൽ പടൂങ്കി. തും പുല്ലിംഗത്തിൽ പടോകെ തും സ്ത്രീലിംഗത്തിൽ പടോകി. ഹം പുല്ലിംഗത്തിൽ ഞങ്ങൾ എന്നത് പുല്ലിംഗത്തിൽ ബഹുവചനമാണ് പടയൻകെ. ഹം സ്ത്രീലിംഗത്തിൽ പടയങ്കി. പിതാജി പടയൻകെ ഇവിടെ പിതാജി ഒരാളുള്ളൂ. പക്ഷെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെർബ് ഫോം പ്ലൂരൽ വെർബാണ് കൊടുത്തിരിക്കുന്നത്. മാതാജി പടയേങ്കി ഇങ്ങനെയാണ് വരുന്നത്.
നിങ്ങൾക്ക് ഈസി ആയി പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലഡ്ക ഏക, ലഡ്കി വന്നപ്പോൾ ഏകി, ലഡ്കെ ഏംകെ, ലഡ്കിയാം ഏംകി, മേം വന്നപ്പോൾ പുല്ലിംഗത്തിൽ ഓങ്ക, മേം സ്ത്രീലിംഗത്തിൽ ഓങ്കി, തും പുല്ലിംഗത്തിൽ ഓകെ, തും സ്ത്രീലിംഗത്തിൽ ഓകി. ഹം പുല്ലിംഗത്തിൽ ഏംകെ, ഹം സ്ത്രീലിംഗത്തിൽ ഏംകി. റെസ്പെക്ട് കൊടുക്കാൻ, ആദർ എന്ന് വെച്ചാൽ റെസ്പെക്ട് കൊടുക്കുന്നവർ പുല്ലിംഗത്തിൽ ഏംകെ, സ്ത്രീലിംഗത്തിൽ ഏംകി. ഇങ്ങനെയാണ് സാമാന്യ ഭവിഷ്യത്ത് കാലിൽ വരുന്നത്. നെക്സ്റ്റ് ഭൂതകാൽ, പാസ്റ്റ് ടെൻസിലെ സാമാന്യ ഭൂതകാൽ, സിമ്പിൾ പാസ്റ്റ് ആണ് പഠിക്കുന്നത്. ഈ കാലത്തിൽ എങ്ങനെയാണ് വാക്യം നിർമ്മിക്കുന്നത്? ഇവിടെ ആൺകുട്ടി എഴുതി, ഞാൻ സ്കൂളിൽ പോയി, ഈ രീതിയിലാണ് അർത്ഥങ്ങൾ വരുന്നത്. ഇവിടെ ജാന എന്ന വെർബിന്റെ പാസ്റ്റ് വരുന്നത് ഗയ എന്നാണ്. ജാന പോവുക, ഗയ പോയി. ഇവിടെ സബ്ജക്റ്റ് പുല്ലിംഗ ഏകവചനമാകുമ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ആ എന്നോ യാ എന്നോ ആഡ് ചെയ്യേണ്ടതാണ്. ചില വെർബിന് ആയാണ് ആഡ് ചെയ്യേണ്ടത്, എന്നാൽ ചില വെർബിന്റെ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ യാ എന്നാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ലഡ്ക, ലിക, ലിഗ് പ്ലസ് ആയാണ് ലിക വന്നിരിക്കുന്നത്. ലിഗ് എന്ന വെർബിന്റെ കൂട്ടത്തിൽ ആയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിക എന്ന് വന്നു. ലിക മീൻസ് എഴുതി. രാഹുൽ ഗായ, ഗായ എന്ന് വെച്ചാൽ കഴിച്ചു, തിന്നു. ഗ എന്ന ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ യായാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഗായ കഴിച്ചു. അജയ് ഗായ, അജയ് കഴിച്ചു. വഹ് ഗായ, അവൻ കഴിച്ചു. യഹ് ഗായ, ഇവൻ കഴിച്ചു. ഇങ്ങനെയാണ് വരുന്നത്. എന്നാൽ സബ്ജക്റ്റ് സ്ത്രീലിംഗ ഏകവചനമാകുമ്പോൾ ക്രിയാധാതുവിന്റെ കൂടെ ഈ ആണ് ചേർക്കേണ്ടത്. ലഡ്കി പെൺകുട്ടി, ലിഗ് പ്ലസ് ഇ, ലിഗി എഴുതി. സീമ ഗ പ്ലസ് ഇ, ഗായി. ഈ ഗായി എന്നത് ഇങ്ങനെയും എഴുതാറുണ്ട്, ഗായി. സീമ കഴിച്ചു. റീന ഗായി, റീന കഴിച്ചു. വഹ് ഗായി, അവൾ കഴിച്ചു. യഹ് ഗായി, ഇവൾ കഴിച്ചു. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് പുല്ലിംഗ ബഹുവചനമാകുമ്പോൾ ക്രിയാധാതുവിന്റെ കൂടെ ഏ ആണ് ആഡ് ചെയ്യേണ്ടത്. രാഹുൽ ഔർ അജയ്, രാഹുലും അജയും. ഗ എന്ന ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഏ ആഡ് ചെയ്തപ്പോൾ ഗായെ കഴിച്ചു. ഈ ഗായെ എന്നത് ഇങ്ങനെയും എഴുതാറുണ്ട്, ഗായെ കഴിച്ചു. ലഡ്കെ ലിഗെ, ലിഗ് പ്ലസ് എ ആണ് ലിഗെ വന്നിരിക്കുന്നത്. ലിഗ് പ്ലസ് എ, ലിഗെ എഴുതി, ആൺകുട്ടികൾ എഴുതി. ഹം ഗായെ, ഹം ഗയെ, ഞങ്ങൾ പോയി. ജ എന്നതിന്റെ പാസ്റ്റ് ആണ് ഗയ എന്നത്. ഇവിടെ ഹം വന്നപ്പോൾ ഗയെ എന്നാണ് വന്നിരിക്കുന്നത്. വേ ഗായ്, അവർ കഴിച്ചു. നെക്സ്റ്റ് സ്ത്രീലിംഗ ബഹുവചനമാകുമ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഈം എന്നാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. സീമ ഔർ റീന, സീമയും റീനയും. ഗായീം കഴിച്ചു. ലഡ്കിയാം ലിഗീം, പെൺകുട്ടികൾ എഴുതി. ഹം ഗയീം, ഞങ്ങൾ പോയി. വേ ഗായീം, അവർ കഴിച്ചു. നെക്സ്റ്റ് മേം സബ്ജക്റ്റ് ആവുമ്പോൾ പുല്ലിംഗത്തിൽ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ആയോ യായോ ആണ് ആഡ് ചെയ്യേണ്ടത്. മേം ലിഖ, ഞാൻ എഴുതി. ഇവിടെ ലിഖ് പ്ലസ് ആയാണ് ലിഖ. മേം ഗായ, ഞാൻ കഴിച്ചു. മേം ഗയ, ഞാൻ പോയി. എന്നാൽ മേം സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഈ ആണ് ആഡ് ചെയ്യേണ്ടത്. മേം ലിഖി, ഞാൻ എഴുതി. മേം ഗായി, ഞാൻ തിന്നു. മേം ഗയി, ഞാൻ പോയി. നെക്സ്റ്റ് തും സബ്ജക്റ്റ് ആയി വരുമ്പോൾ പുല്ലിംഗത്തിൽ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഏ ആണ് ആഡ് ചെയ്യേണ്ടത്. തും ലിഗെ, നിങ്ങൾ എഴുതി. തും ഗായെ, നിങ്ങൾ കഴിച്ചു. തും ഗയെ, നിങ്ങൾ പോയി. എന്നാൽ തും സബ്ജക്റ്റ് സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി ഈ ആണ് ആഡ് ചെയ്യേണ്ടത്. തും ലിഗി, നിങ്ങൾ എഴുതി. തും ഗയി, നിങ്ങൾ പോയി. തും ഗായി, നിങ്ങൾ കഴിച്ചു. എന്നാൽ സിമ്പിളായി ഇങ്ങനെ എഴുതാം. ലഡ്ക, ആൺകുട്ടി വന്നപ്പോൾ പട, ലഡ്കി പടി. ലഡ്കെ പടേ, ആൺകുട്ടികൾ വായിച്ചു അല്ലെങ്കിൽ പഠിച്ചു. ലഡ്കിയാം എന്ന് വന്നപ്പോൾ പടീം. മേം പട, പുല്ലിംഗത്തിൽ മേം പട. മേം പടി, സ്ത്രീലിംഗത്തിൽ. തും പടേ, നിങ്ങൾ
പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു. തും പടി ഇവിടെ സ്ത്രീലിംഗത്തിലാണ്. ഹം പുല്ലിംഗത്തിൽ പടേ, ഹം സ്ത്രീലിംഗത്തിൽ പടി. മാതാജി ഇവിടെ റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടി പടി എന്നാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് സിമ്പിൾ ആയി ഇങ്ങനെ എഴുതാം. ലഡുക്ക പുല്ലിംഗ ഏകവചനം വന്നപ്പോൾ പട, ലടുക്കി പടി. ലടുക്കെ പടേ, ലടുക്കിയാ പടി. മേം പട പുല്ലിംഗത്തിൽ, മേം പടി സ്ത്രീലിംഗത്തിൽ. തും പടേ നിങ്ങൾ പഠിച്ചു. തും പടി സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ പടി. ഹം പടേ ഞങ്ങൾ എന്നത് പുല്ലിംഗത്തിൽ വരുമ്പോൾ പ്ലൂരലാണ് പടേ. ഹം പടീം. പിതാജി പടേ ഇവിടെ പിതാജി റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പ്ലൂറൽ ഫോം കൊടുത്തു. മാതാജി പടി. ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ പുല്ലിംഗമാണ്, റൈറ്റ് സൈഡിൽ വരുന്നതെല്ലാം സ്ത്രീലിംഗമാണ്. അപ്പൊ വളരെ ഷോർട്ട് ഫോമിൽ വരുമ്പോൾ ലടുക്ക വന്നപ്പോൾ ആയോ യായോ ആണ് ലാസ്റ്റ് വരേണ്ടത്. ലടുക്കി ഈ, ലടുക്കെ എ, ലടുക്കിയാം ഈ, മേം ആ ഓർ യാ, മേം ഈ, തും എ, തും ഈം, തും ഈ, ഹം എ, ഹം ഈം. പിന്നെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുല്ലിംഗത്തിൽ എ, സ്ത്രീലിംഗത്തില് ഈ, ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ഭൂതകാലത്തിലെ പൂർണ്ണ ഭൂതകാലാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇവിടെ ഞാൻ സ്കൂളിൽ പോയിരുന്നു, അവൾ ഭക്ഷണം കഴിച്ചിരുന്നു, ഈ രീതിയിലാണ് അർത്ഥങ്ങൾ വരുന്നത്. ഈ കാലത്തിൽ വാക്യം ഉണ്ടാക്കാൻ വേണ്ടി സാമാന്യ ഭൂതകാല ക്രിയാരൂപത്തിന്റെ കൂട്ടത്തില് ദായോ, ദീ, ദേ, ദീ ഇതിലേതെങ്കിലും ആഡ് ചെയ്താൽ മതി. അപ്പോൾ പൂർണ്ണ ഭൂതകാലം ലഭിക്കും. പുല്ലിംഗ ഏകവചനം സബ്ജക്റ്റ് പുല്ലിംഗ ഏകവചനമാകുമ്പോൾ സാമാന്യ ഭൂതകാല ക്രിയ പുല്ലിംഗ ഏകവചനത്തിൽ സാമാന്യ ഭൂതകാലത്തിൽ എന്താണോ ഉപയോഗിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ധ ആഡ് ചെയ്താൽ മതി. ഇവിടെ രാഹുൽ ഗയ എന്നതാണ് സാമാന്യ ഭൂതകാലത്തിൽ വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ധ ആഡ് ചെയ്തു. രാഹുൽ പോയിരുന്നു. അജയ് ഗയാദ അജയ് പോയിരുന്നു. വഹ് ഗയാദ അവൻ പോയിരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. സാമാന്യ ഭൂതകാലം പഠിച്ചാൽ പിന്നെ പൂർണ്ണ ഭൂതകാലം വളരെ ഈസിയാണ്. നെക്സ്റ്റ് സ്ത്രീലിംഗ ഏകവചനമാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ സാമാന്യ ഭൂതകാല ക്രിയയുടെ കൂട്ടത്തില് ധീ എന്നാണ് ചെയ്താൽ മതി. ഇവിടെ സീമ ഗെയ് എന്നാണ്. സീമ പോയി. സീമ ഗെയ്തി സീമ പോയിരുന്നു. റീന ഗെയ്തി റീന പോയിരുന്നു. വഹ് ഗെയ്തി അവൾ പോയിരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. എന്നാൽ സബ്ജക്റ്റ് പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ സാമാന്യ ഭൂതകാല ക്രിയയുടെ കൂട്ടത്തിൽ തേ ആഡ് ചെയ്താൽ മതി. ഇവിടെ രാഹുൽ ഔർ അജയ് ഗയേ രാഹുലും അജയും പോയി എന്നാണ് നമ്മൾ പഠിച്ചത്. ഗയേതെ പോയിരുന്നു. ലടുക്കേ ഗയേതെ ആൺകുട്ടികൾ പോയിരുന്നു. വേ ഗയേതെ അവർ പോയിരുന്നു. ഹം ഗയേതെ ഞങ്ങൾ പോയിരുന്നു. എന്നാൽ സബ്ജക്ട് സ്ത്രീലിംഗ ബഹുവചനമാകുമ്പോൾ സാമാന്യ ഭൂതകാല ക്രിയയുടെ കൂട്ടത്തിൽ ദീം എന്നാണ് ആഡ് ചെയ്യേണ്ടത്. സീമ ഔർ റീന ഗെയ്തീം സീമയും റീനയും പോയിരുന്നു. സീമയും റീനയും ഗെയ്തീം പോയിരുന്നു. ലടുക്കിയാം ഗെയ്തീം പെൺകുട്ടികൾ പോയിരുന്നു. ഹം ഗെയ്തീം ഞങ്ങൾ പോയിരുന്നു. വേ ഗെയ്തീം അവർ പോയിരുന്നു. മേം സബ്ജക്റ്റായി വരുമ്പോൾ പുല്ലിംഗത്തിൽ സാമാന്യ ഭൂതകാല ക്രിയയുടെ കൂട്ടത്തിൽ ദാ ആഡ് ചെയ്യാം. മേം ഗയാധ മേം ഗയാ എന്ന് വെച്ചാൽ ഞാൻ പോയി. മേം ഗയാധ ഞാൻ പോയിരുന്നു. മേം സ്ത്രീലിംഗമായിട്ട് വരുമ്പോൾ സാമാന്യ ഭൂതകാല ക്രിയയുടെ കൂട്ടത്തിൽ ദീ ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ മേം ഗെയ്തി ഞാൻ പോയിരുന്നു. നെക്സ്റ്റ് തും സബ്ജക്റ്റ് ആയി വരുമ്പോൾ സാമാന്യ ഭൂതകാല ക്രിയയുടെ കൂട്ടത്തിൽ ദേ ആണ് ആഡ് ചെയ്യേണ്ടത്. തും ഗയേതെ നിങ്ങൾ പോയിരുന്നു. തും സ്ത്രീലിംഗമായിട്ട് വരുമ്പോൾ സാമാന്യ ഭൂതകാല ക്രിയയുടെ കൂട്ടത്തിൽ തീ ഓർ തീം എന്നാണ് ആഡ് ചെയ്യേണ്ടത്. തും നീ നിങ്ങൾ എന്ന് വരുന്നുണ്ട്. നീ വരുമ്പോൾ ഇവിടെ തീ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്ന് വരുമ്പോൾ തീം ആണ് ഈ കാലത്തിൽ ഉപയോഗിക്കുന്നത്. തും ഗയീതി സ്ത്രീലിംഗ ഏകവചനമാണ്. നീ പോയിരുന്നു. തും ഗയീം ദി നിങ്ങൾ പോയിരുന്നു. സിമ്പിളായി നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ലടുക്ക പടാധ പടാധ ലടുക്കി പടീതി. ലടുക്കെ പടേതെ ലടുക്കിയാ പടീധീം. ലടുക്കിയാ പടീധീം ഇങ്ങനെയാണ് വരുന്നത്. മേം പടാധ മേം പടീതി. തും പടേതെ പുല്ലിംഗത്തിൽ പടേതെ. തും പടീതി തും പ്ലൂരൽ വരുമ്പോൾ പടീതീം. ഹം പടേതെ ഞങ്ങൾ വായിക്കുന്നു ഓർ പഠിക്കുന്നു. ഹം പടീതീം. പിതാജി വന്നപ്പോൾ റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടി പടേതെ. മാതാജി പടീതി. ഷോർട്ട് രൂപത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. ലടുക്ക വന്നപ്പോൾ ആ ഓർ യാ ഇതാണ് സാമാന്യ ഭൂതകാലം. അതിന്റെ കൂട്ടത്തിൽ ദ ആഡ് ചെയ്തു. ലടുക്കി വന്നപ്പോൾ ഈ ദി. ലടുക്കെ ഏതെ ലടുക്കിയാ ഈം ദീ ഇവിടെ ഡോട്ട് ഉണ്ട്. ഈം ദീ. മേം പുല്ലിംഗത്തിൽ ആദ ഓ യാദ. മേം സ്ത്രീലിംഗത്തിൽ ഈദി. തും ഏതെ തും ഈദി ഈം ദി. തും നീ നിങ്ങൾ വരുന്നുണ്ട്. ഇവിടെ പുല്ലിംഗത്തിൽ നീ നിങ്ങൾ രണ്ടും വരുമ്പോൾ ഒന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
പഠേധേ ആ രീതിയിൽ. ഇവിടെ സ്ത്രീലിംഗത്തില് പഠീതി പഠീതി നീ വരുമ്പോൾ ഇങ്ങനെയും നിങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുമാണ് യൂസ് ചെയ്യുന്നത്. ഹം ഏതേ, ഹം ഈന്തി. ആദർ റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതേ, റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടി ഫീമെയിലിന് ഈതി, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ 4 കാലത്തിലും എങ്ങനെ സെന്റൻസ് നിർമ്മിക്കാം എന്ന് നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നമ്മുടെ മോഡൽ എക്സാമിന് ഇപ്പൊ ഫെബ്രുവരിയിൽ ഈ മാസത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലഡ്കി ഡയറി ലിഖത്തി ഹെ, പെൺകുട്ടി ഡയറി എഴുതുന്നു. ഇത് സാമാന്യ വർത്തമാന കാലത്തിലുള്ളതാണ്. ലഡ്കി ഡയറി ലിഖേങ്കി, പെൺകുട്ടി ഡയറി എഴുതും, സാമാന്യ ഭൂതകാലമാണ്. ഇവിടെ ലഡ്കെ ഡയറി ലിഖ്തേ ഹൈം, ആൺകുട്ടികൾ വരുമ്പോൾ തേ ഹൈം, ലിഖ്തേ ഹൈം, ആൺകുട്ടികൾ ഡയറി എഴുതുന്നു. ലഡ്കെ, ആൺകുട്ടികൾ ഡയറി എഴുതും എന്നാണ് വരേണ്ടത്. ലഡ്കെ ഡയറി, ലഡ്കെ വരുമ്പോൾ എങ്ങനെ വരണം? ഏംകെ വരണം. ലഡ്കെ, ലഡ്കെ എന്ന് വെച്ചാൽ പുല്ലിംഗ ബഹുവചനമാണ്. അപ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ ഏംകെ ആണ് വരേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. ലിഗേംകെ, ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കോളൊന്നും വരച്ചിട്ടില്ല. ലഡ്ക ഗേൽത്താഹെ, ആൺകുട്ടി കളിക്കുന്നു. ഗേൽത്താഹെ. ലഡ്ക ഗേലേങ്ക, ആൺകുട്ടി കളിക്കും. ഇതും സെയിം പുല്ലിംഗ ഇതും സാമാന്യ വർത്തമാന കാലത്തിൽ നിന്ന് സാമാന്യ ഭാവി കാലത്തിലോട്ട് മാറ്റാനാണ്. നെക്സ്റ്റ് ലൈനില് ലഡ്കിയാം ഗാന ഗാത്തിഹെ, പെൺകുട്ടികൾ പാട്ട് പാടുന്നു. ലഡ്കിയാം, പെൺകുട്ടികൾ പാട്ട് പാടും എന്നാണ് വരേണ്ടത്. എങ്ങനെയാണ് വരുന്നത്? സ്ത്രീലിംഗ ബഹുവചനം ഭാവി കാലം എങ്ങനെയാണ് വരുന്നത്? ഏംഗി എന്നാണ് വരുന്നത്. ദെൻ ലഡ്കിയാം ഗാന, ലഡ്കിയാം ഗാന ഗായേംഗി, ഇങ്ങനെയാണ് വരുന്നത്. പെൺകുട്ടികൾ പാട്ട് പാടും, ഗായേംഗി. ഇവിടെയും പ്രസന്റിൽ നിന്ന് ഫ്യൂച്ചറിലോട്ട് മാറ്റാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇങ്ങനെയായും ക്വസ്റ്റ്യൻ വരുന്നത്. സീമ സ്കൂൾ ജാത്തി ഹെ, സീമ സ്കൂളിൽ പോകുന്നു. സിമ്പിൾ പ്രസന്റ് തന്നെയാണ്, സാമാന്യ വർത്തമാനകാലം. സീമ സ്കൂൾ ഗയി, സാമാന്യ ഭൂതകാലാണ് ഇവിടെ വന്നിട്ടുള്ളത്. സീമ സ്കൂളിൽ പോയി എന്നതാണ്. പോകുന്നു എന്നത് പോയി എന്നായി. ഇവിടെ ലഡ്കെ ക്രിക്കറ്റ് ഗേൽത്തേ ഹൈ, ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ലഡ്കെ ഡാഷ് എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിച്ചു എന്നാണ് എഴുതേണ്ടത്. സാമാന്യ ഭൂതകാലത്തിലേക്കാണ് മാറ്റേണ്ടത്. പുല്ലിംഗ ബഹുവചനമാണ് ലഡ്കെ. പുല്ലിംഗ ബഹുവചനമാകുമ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ എ ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ ആൻസർ ലഡ്കെ ക്രിക്കറ്റ് ഗേലെ എന്നാണ് വരുന്നത്. ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിച്ചു. ലഡ്കെ ക്രിക്കറ്റ് ഗേലെ എന്നാണ് ആൻസർ വരുന്നത്. ക്രിയാധാതുവിനോട് കൂടി പുല്ലിംഗ ബഹുവചനം സബ്ജക്റ്റായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി എ ആണ് ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയാവും വരുന്നത്. ലഡ്കി ഗാന ഗായി, പെൺകുട്ടി പാട്ട് പാടി. ഇവിടെ സിമ്പിൾ പാസ്റ്റ് സാമാന്യ ഭൂതകാലത്തിലാണ് വന്നിട്ടുള്ളത്. ലഡ്കി ഗാന ഗായിതി, ഇവിടെ പൂർണ്ണ ഭൂതകാലത്തിൽ, സാമാന്യ ഭൂതകാലത്തിൽ നിന്ന് പൂർണ്ണ ഭൂതകാലത്തിലോട്ട് മാറ്റാനാണ് വന്നിട്ടുള്ളത്. ലഡ്കെ സ്കൂൾ ഗയേ, ആൺകുട്ടികൾ സ്കൂളിൽ പോയി. ലഡ്കെ സ്കൂൾ എങ്ങനെ വരണം? ഗയേത്തെ എന്നാണ് വരേണ്ടത്. ആൺകുട്ടികൾ സ്കൂളിൽ പോയിരുന്നു. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വഹ് ബാസാർ ജായേക, അവൻ മാർക്കറ്റിൽ പോകും. ഫ്യൂച്ചർ ടെൻസ് ആണ്, സാമാന്യ ഭവിഷ്യത്ത് കാലാണ്. വഹ് ബാസാർ ഗയ, അവൻ മാർക്കറ്റിൽ പോയി. സാമാന്യ ഭവിഷ്യത്ത് കാലിൽ നിന്ന് സാമാന്യ ഭൂതകാലത്തിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. വേ ഗേലേംകെ, അവർ കളിക്കും. വേ അവർ കളിച്ചു എന്നാവണം. എങ്ങനെയാണ് വരുന്നത്? സാമാന്യ ഭൂതകാലത്തിൽ പുല്ലിംഗ ബഹുവചനമാകുമ്പോൾ ക്രിയാധാതുവിന്റെ കൂട്ടത്തിൽ എ ആണ് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വേ ഗേലെ എന്നാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രാഹുൽ ഗാന ഗാത്താഹെ, രാഹുൽ ഫുഡ് പാചകം ചെയ്യുന്നു. ഗാത്താഹെ തിന്നുന്നു. രാഹുൽ ഗാന ഫുഡ് ഗാത്താഹെ തിന്നുന്നു. രാഹുൽ ഗാന ഗായാത, രാഹുൽ ഫുഡ് കഴിച്ചിരുന്നു. രാഹുൽ ഫുഡ് കഴിച്ചിരുന്നു. ഇവിടെ സാമാന്യ വർത്തമാന കാലത്തിൽ നിന്ന് പൂർണ്ണ ഭൂതകാലത്തിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടത് ലഡ്കിയാം കിതാബ് പഠിത്തീഹെ, പെൺകുട്ടികൾ പുസ്തകം വായിക്കുന്നു. ലഡ്കിയാം, ഇവിടെ എന്താണ് വരേണ്ടത്? പൂർണ്ണ ഭൂതകാലത്തിലെ പെൺകുട്ടികൾ പുസ്തകം വായിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം സാമാന്യ ഭൂതകാലത്തിലോട്ട് മാറ്റുക, എന്നിട്ട് ദാ ദേ ദീ ക്രിയ ആഡ് ചെയ്താൽ മതി. ഇവിടെ ആൻസർ ലഡ്കിയാം കിതാബ് പഠി,
ഇത്രയാണ് സാമാന്യ ഭൂതകാല ക്രിയ. അതിന്റെ കൂട്ടത്തിൽ ദീയും ആഡ് ചെയ്തു. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്